3 വയസ്സുകാരി ഷെറിൻ മാത്യൂസിനെ യുഎസിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായിരുന്ന മലയാളി യുവതി സിനി മാത്യൂസിനെ കോടതി കുറ്റവിമുക്തയാക്കി. ഷെറിന്റെ മരണത്തിൽ സിനിക്ക് പങ്കുണ്ടെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിക്കാതിരുന്നതിനെ തുടർന്നാണ് വിട്ടയച്ചത്. ഇതിനെ തുടർന്ന് തടവിലായിരുന്ന സിനിയെ മോചിപ്പിച്ചു. എന്നാൽ സിനിയുടെ ഭർത്താവ് വെയ്സ്ലി മാത്യൂസ് വിചാരണ നേരിടണം. 2017 ഒക്ടോബറിൽ റിച്ചാർഡ്സണിലെ വീട്ടിൽ നിന്ന് ഷെറിനെ കാണാതാവുകയും പിന്നീട് വീടിന്റെ 1 കിലോമീറ്റർ അകലെ കലിങ്കിനടിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്നാണ് മലയാളി ദമ്പതികളായ വെയ്സ്ലി മാത്യുവും സിനി മാത്യൂസും പോലീസ് കസ്റ്റഡിയിലായത്. ഇരുവരും സ്വന്തം കുഞ്ഞിനൊപ്പം പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ വളർത്തുമകളായ ഷെറിനെ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു എന്നതാണ് സിനിക്കെതിരെ ചുമതലപ്പെടുത്തിയിരുന്ന കേസ്. അതേസമയം സിനി ഇവർക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് പോലീസിന് തെളിയിക്കാൻ സാധിക്കാതിരുന്നതാണ് ഇവരുടെ മോചനത്തിലേക്ക് വഴി തുറന്നത്. ഭക്ഷണം കഴിക്കാൻ പോയതിന്റെ ബില്ലുകളോ മൊഴികളോ അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല. പുറത്തു വന്ന സിനി മകളെ കാണുന്നതിനുള്ള അവകാശവും പാസ്പോർട്ടും വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടതായി സിനിയുടെ അറ്റോർണി ഹീത്ത് ഹാരിസ് പറഞ്ഞു. ദൈവാനുഗ്രഹമാണ്, വിട്ടയച്ചതിൽ നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദി. മകളുമായി സന്തോഷത്തോടെ ജീവിക്കാനാണ് ആഗ്രഹമെന്നും സിനി പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഭർത്താവിനെ കുറിച്ച് പ്രതികരിക്കാൻ സിനി തയ്യാറായില്ല. അറസ്റ്റിലായതിനു പിന്നാലെ ഇരുവരുടെയും കുട്ടിയിലുള്ള അവകാശം എടുത്തു കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സിനിക്ക് സ്വന്തം കുഞ്ഞിനെ കാണാൻ ഉടൻ സാധിക്കില്ല. ഇവരുടെ കുഞ്ഞ് ബന്ധുവിനൊപ്പമാണ് ഇപ്പോഴുള്ളത്. അതേസമയം വെയ്സ്ലി മാത്യുവിന്റെ വിചാരണ അടുത്ത മാസം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. നിർബന്ധിച്ച് പാൽ കുടിപ്പിച്ചപ്പോൾ ശ്വാസം മുട്ടി കുട്ടി മരിച്ചെന്നാണ് വെയ്സ്ലിയുടെ മൊഴി. പാൽ കുടിപ്പിക്കുന്നതിനിടെ ചുമയും ശ്വാസതടസ്സവും ഉണ്ടായി. തുടർന്ന് അബോധാവസ്ഥയിലായ കുട്ടിയെ മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. തുടർന്നായിരുന്നു ഇരുവരുടെയും അറസ്റ്റ്. പാല് കുടിക്കാത്തതിന് പുറത്തു നിർത്തിയപ്പോൾ കുട്ടിയെ കാണാതായി എന്നായിരുന്നു ആദ്യ മൊഴി. അന്ന് വെയ്സ്ലിയെ അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യത്തിൽ വിട്ടിരുന്നു. കലിങ്കിനടിയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം ഷെറിന്റേതാണെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് വെയ്സ്ലി മാത്യൂസ് മൊഴി മാറ്റിയത്. കുട്ടിയെ ക്രൂരമായി പരിക്കേൽപ്പിച്ച് എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തായിരുന്നു അറസ്റ്റ്. വെയ്സ്ലി മാത്യൂസിന്റെ കാറിനുള്ളിലെ മാറ്റിൽ നിന്ന് ലഭിച്ച DNA സാമ്പിളുകളിൽ നിന്നാണ് ഷെറിൻ മാത്യൂസിന്റെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. മലയാളി ദമ്പതികളായ വെയ്സ്ലിയും സിനിയും ബീഹാറിലെ നളന്ദയിലെ ബാലസംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഷെറിനെ ദത്തെടുത്തത്. കുട്ടിക്ക് കാഴ്ചക്കുറവും സംസാര വൈകല്യവും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.